ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഏത് കഷണ്ടിയിലും ഒരു മാസം കൊണ്ട് മുടി വരും. നിങ്ങൾ ഇങ്ങനത്തെ വാക്ക് കേൾക്കാറുണ്ടോ? സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഇത് കേൾക്കാറുണ്ടല്ലോ. യെസ്, അത് നിങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. മലയാളികൾ എങ്ങനെയാണ് എന്തോ സാധനം എന്ത് ഉപയോഗിച്ചാലും മുടി വരുമെന്ന് പറഞ്ഞാൽ കഷണ്ടിക്കാർക്ക് അതൊരു പെട്ടെന്ന്. ഞാനും പണ്ട് കുറേ മരുന്ന് ഉപയോഗിച്ച ഒരാളാണ്. ഒരു കാരണവശാൽ ചാടിക്കേറി ഒരു മരുന്ന് ഉപയോഗിക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫർ സഫാരി, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ സബ്ജക്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ മിനോക്സിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ml ആണ്. ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, അവരുടെ അടുത്ത് ചോദിക്കാം, അവർ പറഞ്ഞുതരും. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ ഞാൻ ഒരു പ്രാക്ടിക്കൽ ഡെമോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മിനോക്സിലിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മെഡിസിൻ ആണ്. പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓയിൽ എന്ന രീതിയിൽ അവർ കാണുന്നത്. നിങ്ങളുടെ മനസ്സത് കളയുക. ഇതൊരു ഓയിലല്ല, ഇതൊരു കോക്കനട്ട് ഓയിൽ പോലത്തെ ഒരു ഓയിലല്ല, ഇതൊരു മെഡിസിൻ ആണ്. ഓക്കെ, അതായത് ചില ആൾക്കാർ തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിനോക്സിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഓയിൽ പോലെ മൊത്തം മുടിക്ക് തേച്ച് കൊടുക്കും. ഒരു കാരണവശാലും അങ്ങനത്തെ മിസ്റ്റേക്സ് ചെയ്യരുത്. അപ്പോൾ യഥാർത്ഥമായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രാക്ടിക്കൽ ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഈ മിനോക്സിൽ എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പഴയ വീഡിയോ ആണ്, 3-4 വർഷം മുന്നത്തെ വീഡിയോ ആണ്. മിനോക്സിൽ എന്നുള്ളത് ടാബ്ലറ്റ് എന്ന രീതിയിലാണ് ആദ്യം പണ്ട് വന്നത്. പക്ഷേ ഈ മിനോക്സിൽ ടാബ്ലറ്റ് BP-ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് ടാബ്ലറ്റ് ആയിരുന്നു. ആ സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് മുടി വളരുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് കമ്പനികൾ റിസർച്ച് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ സൊല്യൂഷൻ എന്ന രീതിയിൽ കൊണ്ടുവരുന്നു. മിനോക്സിൽ പല സ്ട്രെങ്ത്തിൽ വരുന്നുണ്ട്. 5% ഉണ്ട്, 2% ഉണ്ട്, 3% ഉണ്ട്, 10%, 12.5, 15, അങ്ങനെ പല സ്ട്രെങ്ത്തിലും ഉണ്ട്. അപ്പം ഓരോ ഡോക്ടർമാരും നിങ്ങൾക്ക് തരും, നോക്കിയിട്ട് ഏതാ പെർസെൻറ്റ് നിങ്ങൾക്ക് വേണ്ടേ. യൂഷ്വലി ഡോക്ടേഴ്സ് കൊടുക്കാറുള്ളത് 5% മെയിലിനും 2% ഫീമെയിലിനുമാണ്. അതിനേക്കാളും ഓവർ സ്ട്രെങ്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ആക്ച്വലി അത് ആവശ്യമില്ല. പക്ഷേ പെട്ടെന്ന് നമ്മളിതിന് യൂസ്ഡായി പോകും. അപ്പം 5% ആണ് യൂഷ്വലി ഡോക്ടേഴ്സ് കൊടുക്കാറ്. മിനോക്സിൽ പ്ലെയിൻ മിനോക്സിൽ വരുന്നുണ്ട്, കോമ്പിനേഷൻ വരുന്നുണ്ട്. മിനോക്സിൽ വിത്ത് ഫിനസ്റ്റൈഡ് വരുന്നുണ്ട് കോമ്പിനേഷൻ. അതേപോലെ മിനോക്സിൽ വിത്ത് അതർ ഇൻഗ്രീഡിയൻസും കൂടി വരാറുണ്ട്. പ്ലെയിൻ മിനോക്സിലും അതിൽ ആൽക്കഹോൾ ബേസ് ഉണ്ട് ആൻഡ് വിതൗട്ട് ആൽക്കഹോൾ ഉണ്ട്. ആൽക്കഹോൾ ഫ്രീ ഉള്ള മിനോക്സിൽ വരുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഫ്രീ ഉള്ള മിനോക്സിലാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഏറ്റവും നല്ലത് വിതൗട്ട് ആൽക്കഹോളാണ്. നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ കൂടുതലും ആൽക്കഹോൾ ഉള്ളത് ഉപയോഗിക്കാറ്, കാരണം ഡ്രൈനെസ് അത്ര വരാറില്ല. ഇതൊരു കാര്യം. ഓക്കെ, ഇപ്പോൾ മിനോക്സിൽ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഇതാണ്. ഞാൻ സർജറി ചെയ്ത ക്ലിനിക്ക് തന്ന ബോട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി എൻ്റെ കേസ് നിങ്ങൾക്കറിയാം, എൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ബിഫോർ ഫോട്ടോ എങ്ങനെയാണ്, മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഞാൻ മിനോക്സിൽ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഞാൻ മിനോക്സിൽ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ, ഞാൻ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു സ്കിന്ന് 10 വർഷം ഉപയോഗിച്ചിട്ട് സർക്കുലേഷൻ്റെ ഇഷ്യൂ ഉണ്ടാവും, കാരണം ഒന്നുമില്ല, ഫ്ലാറ്റ് മരുഭൂമി പോലെയാണ്. സംതിങ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയാണ് ഞാൻ മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്തത്. മിനോക്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലോങ് ടേം കൊണ്ടുപോകേണ്ട ഒരു ഡ്രഗാണ്. അത് ഡോക്ടേഴ്സ് പറയും എത്ര വർഷം. ഞാനിപ്പോൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട സംഭവമാണ് മിനോക്സിൽ. അല്ലാതെ പകുതിന് വെച്ച് നിർത്തി കഴിഞ്ഞാൽ എന്തായാലും മുടി കൊയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം കൊണ്ടുപോകാൻ പറ്റണം. അല്ലെങ്കിൽ പകുതി ഇപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഉപയോഗിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ മുടികൾ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വലിയ രീതിയിൽ കഷണ്ടി ആയേക്കാം. അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ തിങ്ക് ചെയ്യുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് ടേം കൊണ്ടുപോകും. ഓക്കെ, യൂഷ്വലി ഡോക്ടേഴ്സ് കൊടുക്കാറ് 1 ml ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് 1 ml ആണ്. ഞാനിപ്പോൾ വീക്കിലി 1 or 2 ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലായിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടൽ. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്നത് 60 ml ആണ്. ഇത് 60 ml ആണ്. അപ്പം ഒരു ദിവസം 1 ml എന്ന് വെച്ചാൽ 60 ദിവസം 60 ml. അത് 2 മാസം ഈ ബോട്ടിൽ വരും. കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 55 ദിവസം വരാം. ഓക്കെ, ഇതിൽ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് സ്പ്രെയർ ആയിട്ടാണ് വരുന്നത്. സ്പ്രേ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടി എടുത്ത ശേഷം ഈ സ്പ്രേ ഇതിലേക്ക് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട, സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും മറ്റും ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും മുടിക്കല്ല മിനോക്സിൽ, സ്കാൽപ്പിലേക്കാണ്. സ്കാൽപ്പ് ഇങ്ങനെ ആക്കിയിട്ട് സ്കാൽപ്പിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ യൂഷ്വലി ഉപയോഗിക്കാറ് ഡ്രോപ്പറാണ്. ഞാൻ സ്പ്രേയർ അവിടെ വെക്കാണ്. ഇതിനകത്തൊരു വേറെ ഡ്രോപ്പർ ഉണ്ട്. ഇത് ഡ്രോപ്പറാണ്. ഓക്കെ, ആക്ച്വലി മിനോക്സിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ തലയിലേക്ക് എപ്പോഴും ഡെയിലി കുളിക്കും. ഞാൻ ഡെയിലി 2 നേരം കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യും, കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു സീലിംഗ് ഫാനിൻ്റെ അടിയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിന്ന് നമ്മൾ തല നല്ലപോലെ ഡ്രൈ ആവും. എപ്പോഴും മിനോക്സിൽ ഡ്രൈ സർഫേസിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഓയിലുണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈ ആയ ശേഷം നിങ്ങളെ ഹെഡ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം.
കംപ്ലീറ്റ് ഞാൻ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലപോലെ ഹെഡ് മസാജ് ചെയ്യും. നമ്മൾ നോർമൽ ഫിംഗർ കൊണ്ട് ഫുള്ള് മസാജ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാജിങ് കോംബോ എന്തെങ്കിലും യൂസ് ചെയ്യാം. നല്ലപോലെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ സർക്കുലേഷൻ കൂടും, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. ആ ഒരു സമയത്ത് മിനോക്സിൽ അപ്ലൈ നല്ലതാണ്. അപ്പം ഞാൻ എന്ത് വെച്ചാൽ അതിനുശേഷം ഇങ്ങനെ ഇതിനെ മൂടി ഓപ്പൺ ചെയ്ത് ഇതിൽ എക്സാമ്പിൾ നിങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് 0.5 ml, 1 ml, 2 ml, 1.5 ml, 2 ml അപ് ടു 3 ml വരെ റീഡിംഗ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടോ റീഡിംഗ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് വെച്ചാൽ ഇതിൽ 1 ml എടുക്കും. പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ml എടുക്കാം. 0.5 ജസ്റ്റ് 1 ml എടുത്തു. ഇത് 1 ml ആണ്. ഓക്കെ, 1 ml എടുത്തു. 1 ml എടുത്ത ശേഷം ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഞാനിപ്പോൾ കാരണം ഞാൻ മിനോക്സ് ഉപയോഗിക്കുന്നത് രാത്രിയാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പകലാണ്. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ ഒരു ഡ്രോപ്പറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഡെമോയിൽ എടുത്തതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈ സ്കാൽപ്പിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ണാടി നോക്കിയിട്ട് ഒരു ഫിംഗർ കൊണ്ട് നമ്മളെ ഇങ്ങനെ ആക്കും. ഇവിടെ ഒരു ഡ്രോപ്പ് ഇട്ട ശേഷം നമ്മൾ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്തൊരു ഏരിയയിൽ മുടി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇടുന്നു, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുൾ ഹെഡിൽ ഫ്രണ്ട് മുതൽ ഇവിടെ ഏകദേശം ബാക്ക് വരെ കംപ്ലീറ്റ് ഹെഡിൽ ഞാനിടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് റബ്ബ് എന്നല്ല ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാരണവശാലും മിനോക്സിൽ തേച്ച ശേഷം നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ മിനോക്സിൽ മൊത്തം നമ്മൾ കയ്യിൽ വരും. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ 1 ml ആയിരിക്കും, അത് പകുതി നമ്മൾ കയ്യിൽ വന്നു. അപ്പോൾ മിനോക്സിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കുറഞ്ഞു. അപ്പോൾ ആക്ച്വലി നല്ലതെന്ന് വെച്ചാൽ നോർമലി ജസ്റ്റ് മിനോക്സ് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ മസാജ് ചെയ്യുക, ഉപയോഗിച്ച ശേഷം ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ്, നമ്മൾ ഈ ഹെയർ ലൈനിൻ്റെ ഈ ഏരിയയിൽ മിനോക്സ് അത്ര കൂടുതൽ ഇടാൻ പാടില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഒലിച്ച് വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ മിനോക്സിൽ ഉപയോഗിച്ച ഇമീഡിയറ്റ്ലി ഒന്ന് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഫുള്ളൊന്ന് ഫേസ് വാഷ് ചെയ്യും, ക്ലിയറായി. ഞാൻ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ 1-2 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്ലൈ ചെയ്ത ശേഷം ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ പാടുന്ന നല്ലപോലെ ഫേസ് വാഷ് ചെയ്യും. കുളിക്കുമ്പോൾ ഈ മിനോക്സിൽ നല്ലപോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യും. കാരണം മിനോക്സിഡിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ വാഷ് ചെയ്യണം. കാരണം സ്കാൽപ്പിലൊക്കെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മീൻസ് മിനോക്സിഡ് അപ്ലൈ ചെയ്തും വാഷ് ചെയ്തില്ല, വീണ്ടും അപ്ലൈ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ലെയർ ഫോർമേഷൻ വരും. ലെയർ ഫോർമേഷൻ വന്നിട്ട് ഒരു ഇച്ചിങ്, ഇറിറ്റേഷൻ, ഡാൻഡ്രഫിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ വീക്ക്ലി 1-2 ദിവസം ഞാൻ എൻ്റെ ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കാറുണ്ട്. കാരണം എൻ്റെ സ്കിൻ എന്നുള്ളത് ഫംഗസ് കൂടുതൽ പെട്ടെന്ന് വരുന്നൊരു സ്കിന്നാണ്. ഡാൻഡ്രഫൊക്കെ ഏകദേശം വരാറുണ്ട്. സോ നല്ലപോലെ ഞാൻ വാഷ് ചെയ്യാറുണ്ട്. സോ മിനോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ നല്ലപോലെ സ്കാൽപ്പ് വാഷ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡാൻഡ്രഫ്, ഇച്ചിങ്, ഇറിറ്റേഷൻസ് വരാൻ പറ്റും. പിന്നെ ഓരോ ആൾക്കാർക്കും അവരവരെ കണ്ടീഷൻ നോക്കിയിട്ട് അവരുടെ ഹെയറിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഏത് സ്ട്രെങ്ത് മിനോക്സിൽ വേണം, എത്ര % ആണ്, എത്ര ml ഉപയോഗിക്കേണ്ടത്, എത്ര നേരം ഉപയോഗിക്കണം ഡോക്ടേഴ്സ് പറയും. അത് നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഉപയോഗിക്കരുത്. വിതൗട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ മെഡിസിൻസ് ഉപയോഗിക്കരുത്. നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും മെഡിസിൻ വാങ്ങരുത്. ഓൺലൈനിൽ അത് പറയുന്നു, ഇത് പറയുന്നു, അങ്ങനെയല്ല. ഏത് മരുന്നാണെങ്കിലും അതിൻ്റെതായ ഡോസേജ് ഉണ്ട്, അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കണം. ഓവറായിട്ട് ഉപയോഗിക്കരുത്. അമിതമായ അമൃതവും വിഷവും എന്നൊരു ചൊല്ലുണ്ട്, ശരിയല്ലേ? അപ്പം അതുകൊണ്ടും ഏതാണെങ്കിലും മരുന്ന് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനെ ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. സോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഒരു മെഡിസിൻസ് ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇല്ല ഡോസേജ് ഉപയോഗിക്കുക, അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത്. കാരണം 1 ml ഉപയോഗിക്കുമ്പോൾ ഇത്ര, നമുക്കെന്തായാലും 5 ml ഉപയോഗിച്ചിട്ട് ഒറ്റയടിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കരുത്. കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ മുടി വരില്ലേ? എല്ലാത്തിനും ഒരു ഡോസേജ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഏത് സാധനവും ഉപയോഗിക്കാവും. അതാണ് നിങ്ങൾ ചോദിക്കാറുണ്ട്, മിനോക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ 3 മാസം ചിലപ്പോൾ ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പല ആൾക്കാരും ആ സമയത്ത് നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും കഷണ്ടി കൂടും. അപ്പോൾ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ലോങ് ടേം ആണിത്, അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് വരില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈംസ്. ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ നോക്കിക്കൊണ്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല നിങ്ങൾ ചിന്തിക്കുക, ഡോക്ടറെ കണ്ട ശേഷം ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് ഇത്രയും ഇൻഫോർമേഷൻസ്. ഐ തിങ്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണ്. പല പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക, ഞാൻ സമയം കൊണ്ട് റിപ്ലൈ തരാം.
താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ തിങ്ക് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിരുന്നു ഇത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന പേജിൽ ഞാൻ മൺസൂൺ സീരീസ് എന്ന് പറയുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് 100 റിസൾട്ട്സാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് റിസൾട്ട് വന്നില്ല. അതേപോലെ തന്നെ വിതൗട്ട് ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ കൊണ്ട് റിസൾട്ട് വന്നൊരു സീരീസ് റണ്ണിങ് ആണ്. സെലിബ്രിറ്റീൻ്റെ ഒരു ഹെയർ റിയാക്ഷൻ റണ്ണിങ് ആണ്. അങ്ങനെ പല പല വീഡിയോസ് വരുന്നുണ്ട്. സോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഹെയർ ട്രാൻസ് സഫാരി എന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഇതിനോടൊപ്പം അതും ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ കം ബാക്ക് വിത്ത് എ വെരി ന്യൂ വീഡിയോ, very information video very soon. Bye.